14-ാം നാളിലെ തിരച്ചിലിൽ ഒരു മൃതദേഹവും 2 മൃതദേഹ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. ഇതോടെ ആകെ 203 മൃതദേഹങ്ങളും 205 ശരീരഭാഗങ്ങളും ലഭിച്ചു. മരിച്ച 178 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. ബാക്കിയുള്ളവരെ തിരിച്ചറിയാൻ ലഭിച്ച DNA പരിശോധനാ ഫലങ്ങളുടെ ക്രോസ് മാച്ചിങ് പുരോഗമിക്കുന്നു. DNA ടെസ്റ്റുകളുടെ ഫലം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ നമ്പറേ ആയിട്ടുള്ളൂ, ഇനി വേഗത്തിലാകും. അതോടൊപ്പം തന്നെ രക്തസാമ്പിളുകളുടെ ഫലവും വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്രോസ് മാച്ചിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു 2 ദിവസത്തിനുള്ളിൽ ഏകദേശമായൊരു കണക്കുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിൽ ആശങ്ക വേണ്ടെന്ന് ആവർത്തിച്ച് സർക്കാർ. ഈ വാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു റെന്റൽ പോളിസി ഇന്ന് തയ്യാറായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഔപചാരികമായി നമ്മളത് പ്രഖ്യാപിക്കും. ആഗസ്റ്റ് മാസത്തിൽ തന്നെ സമ്പൂർണ്ണമായി താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ നടപടികളിലേക്ക് കടക്കണം എന്നാണ് നമ്മൾ പ്രധാനമായും കരുതുന്നത്. ആളുകൾക്ക് നഷ്ടമായ രേഖകൾ വീണ്ടെടുക്കാൻ പ്രത്യേക ക്യാമ്പുകൾ തുടങ്ങി. 1162 സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ദുരന്ത ഭൂമിയിലും ചാലിയാറിലും നാളെയും തിരച്ചിൽ തുടരും. ചാലിയാറിൽ ഇന്നത്തേതുപോലെ സോണുകളായി തിരിച്ചാണ് തിരച്ചിൽ നടത്തുക. അതിനിടെ ഒരു മൃതദേഹവും 3 മൃതദേഹ ഭാഗങ്ങളും കൂടി ഇന്ന് സംസ്കരിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.